കേരളം ഇന്ന് കണ്ട ഒരു CCTV ദൃശ്യമാണ്. അങ്കമാലി കവരപ്പറമ്പ് ഒരു ഓട്ടോ ഒരു കുട്ടിയെ ഇടിക്കുന്നതും ആ കുട്ടി അത്ഭുതകരമായി രക്ഷപ്പെടുന്നതും. ആ ഓട്ടോ ഇടിച്ചു മറിഞ്ഞു. ഇവിടെ നിന്നും അങ്കമാലി ദിശയിൽ നിന്നും അത് നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്ക് പോകുന്നതിനിടയിലാണ് ഈ ഒരു അപകടം സംഭവിക്കുന്നത്. കവരപ്പറമ്പ് പള്ളിയുടെ സമീപത്തായിട്ടായിരുന്നു ഈ അപകടം. അപ്പോൾ ആ ഓട്ടോ ഓടിച്ചിരുന്ന വ്യക്തിയാണ് റോയ് ചേട്ടനാണ് ഇപ്പോൾ നമുക്കൊപ്പം ചേരുന്നത്. ഉച്ചയ്ക്ക് 1:30 മണിക്ക് ഞാൻ അങ്കമാലിയിൽ നിന്നും നായത്തോട് ഭാഗത്തേക്ക് പോരുമായിരുന്നു. ഒരു ചേച്ചി ഒരു കൊച്ചും റൈറ്റ് സൈഡിൽ നിൽക്കണു. ഞാൻ ഇടതുവശത്തേക്കട ഓട്ടോറിക്ഷയും കൊണ്ട് പോണു. വലതുവശത്ത് നിൽക്കണ ചേച്ചിയും കൊച്ചും കൂടെ ഒറ്റ ഓട്ടം കൊടുക്കുമെന്ന് നമുക്ക് പ്രതീക്ഷയില്ലല്ലോ. അവിടെ വെച്ച് അവിടെ നിന്ന് ഇങ്ങോട്ട് എത്താറായി കഴിഞ്ഞപ്പോൾ കൊച്ചു വട്ടം ചാടി കഴിഞ്ഞാൽ ബ്രേക്ക് ചവിട്ടിയിട്ട് ഞാൻ ഒറ്റ വെട്ടിക്കലും ഇങ്ങോട്ട് വെട്ടിച്ച അവിടെ എന്നെ വണ്ടി എടുത്ത് കൊട്ടുകൊട്ടി എൻ്റെ ഷോൾഡർ മോട്ട് വീണ. വണ്ടിയിലൊരു യാത്രക്കാരി ഉണ്ടായിരുന്നു. ആ യാത്രക്കാരിക്ക് ചെറുതായിട്ട് പെരുക്ക് പറ്റി. അപ്പോൾ ആ യാത്രക്കാരിനെ ഞാനും കൂടി ഹോസ്പിറ്റലിൽ പോയി കാഷ്വാലിറ്റി പോയി ഡോക്ടറെ കണ്ട് എക്സ്റേ സ്കാനിങ് ഒക്കെ ചെയ്തു കഴിഞ്ഞപ്പോൾ കുഴപ്പമൊന്നുമില്ല, പൊട്ടലൊന്നുമില്ല, ചതഞ്ഞേക്കാണെന്ന് പറഞ്ഞു. കൊച്ചിന്റെ അവസ്ഥ എങ്ങനെയാ? കൊച്ചിനെ പിന്നെ കാണുമോ, സംസാരിക്കുകയോ ചെയ്തോ? എന്നെയും ചേച്ചീനെയും കൂടെ ഇവിടെ വണ്ടിയിൽ നിന്ന് എൽപ്പിച്ച് വേഗം ഹോസ്പിറ്റലിലേക്ക് വിട്ടു. അവർ ഓടിയെന്ന് പറഞ്ഞ ചേച്ചിയും കൊച്ചും കൂടെ ഓടിയെന്ന് പറഞ്ഞ കേട്ടോ. ഇവിടെ എല്ലാവരും പറഞ്ഞു കൊച്ചിൻ്റെ ഒരു ജീവൻ ചേട്ടൻ രക്ഷപ്പെടുത്തിയല്ലോ. അതിൽ ദൈവം വളരെ നന്ദിയുണ്ട് കേട്ടോ. എല്ലാവരും പറഞ്ഞു. വണ്ടിക്ക് ഒരു 30,000 രൂപയുടെ പണിയുണ്ട്, പിന്നെ ഒരു 5,000 രൂപത്തോളം ഹോസ്പിറ്റലായി. ഉപജീവന മാർഗം കൊണ്ടാണ് ഞാനിത് ഓടിച്ച് ഉപജീവനം നടത്തണ, കാര്യങ്ങൾ നടത്തണേ. എല്ലാം കൊണ്ട് ഇപ്പം എനിക്ക് ഭയങ്കര ഇതാണ്. അന്ന് അപകടം നടക്കുമ്പോൾ ആദ്യം രക്ഷിക്കാൻ എത്തിയ ഒരു വ്യക്തിയാണ് ഇപ്പോൾ നമുക്കിപ്പോൾ ചേരുന്നത്. സൗണ്ട് കേട്ട് എന്തോ വലിയ സൗണ്ട് കേട്ടിട്ടുണ്ട്. ഇറങ്ങി ഓടുകയാണ്. ഇപ്പം ഓട്ടോ തകിടം പറഞ്ഞു കിടന്ന് വീല് കിടന്ന് കറികൊണ്ടിരിക്കുക. അപ്പം നോക്കി കഴിഞ്ഞപ്പോൾ ആ ഉള്ളിൽ 2 പേര്, എന്നാ ഡ്രൈവറും വേറെ യാത്രക്കാരിയാന്ന് തോന്നുന്നു. എന്നിട്ട് ഞങ്ങൾ 1-2 പേര് വണ്ടി പൊക്കി ഇവരെ പൊട്ടു. അത് വേറെ ആൾ പറഞ്ഞു ഒരു കൊച്ചിനെ തട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഡ്രൈവർ പറഞ്ഞു തട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിച്ചാണ്. അവൾ കൊച്ചിനെ ചെറിയ തട്ടിയിട്ടുണ്ട്. ജീവന് വരെ ഭീഷണിയാകാവുന്ന തരത്തിലൊരു വലിയ അപകടമായതിനെ സംയോജിതമായിട്ടുള്ള റോയിച്ചേൻ്റെ ഒരു ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ ഇനിയിപ്പോൾ അദ്ദേഹത്തിന് ഉപജീവന മാർഗം നടത്തുന്നത് ആ ഒരു വണ്ടിയെ ആശ്രയിച്ചാണ് അദ്ദേഹത്തിൻ്റെ കുടുംബം കഴിഞ്ഞു പോകുന്നതും. വണ്ടിക്ക് വേണ്ട പണികളും മറ്റുമുണ്ട്. ഇനിയിപ്പോൾ ഒരുപാട് അഭിനന്ദനങ്ങളാണ് ഇപ്പോൾ റോയിച്ചേനെ തേടി എത്തുന്നത് ഈ ഒരു വലിയ പ്രവൃത്തി ചെയ്തതിൽ. വേണുവിനൊപ്പം വിഷ്ണു പ്രകാശ്, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.